താലിബാൻ തീവ്രവാദികൾ അഫ്ഗാൻ പിടിച്ചടക്കിയതിനു പിന്നാലെ അൽ-ഖ്വയ്ദ അഫ്ഗാനിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. ബിൻ-ലാദന്റെ സംഘത്തിൽപ്പെട്ടവർ അഫ്ഗാനിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. താലിബാനുമായുള്ള അൽ-ഖ്വയ്ദയുടെ ബന്ധം വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഇതിനിടെയാണ് ഉന്നത താലിബാൻ നേതാവ് കശ്മീർ വിഷയത്തിൽ ഇടപെടില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പു നൽകിയത്. എന്നാൽ ഉറപ്പു നൽകി മണിക്കൂറുകൾക്കകമാണ് അൽ-ഖ്വയ്ദ തങ്ങളുടെ അടുത്ത ലക്ഷ്യം കാശ്മീരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽ-ഖ്വയ്ദയുടെ ഔദ്യോഗിക വാർത്ത നൽകി വരുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായ അസസാഹബിലൂടെയാണ് അൽ-ഖ്വയ്ദയുടെ പ്രഖ്യാപനം പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാനിലെ വിജയമെന്ന തലക്കെട്ടോടുകൂടെയായിരുന്നു പ്രഖ്യാപനം. ആഗോള ഇസ്ലാം ഭരണത്തിനായി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈവശമുള്ള മറ്റു സ്ഥലങ്ങൾ കൂടി മോചിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു. ഈ സ്ഥലങ്ങളിൽ അടുത്തതായുള്ളത് കാശ്മീരാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായത്താൽ ചരിത്രപരമായ അഫ്ഗാൻ വിജയം മറ്റ് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വഴി തുറന്നതായും അൽ-ഖ്വയ്ദ വ്യക്തമാക്കുന്നു. കശ്മീരിന് ശേഷം ഇറാഖ്, സിറിയ, ജോർദാൻ, ലെബനൻ എന്നീ രാജ്യങ്ങളടങ്ങിയ ലെവന്റ് മേഖലയാണ് ആഗോള ജിഹാദിന്റെ ലക്ഷ്യമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. അതേസമയം നേരത്തെ അൽ-ഖ്വയ്ദയുടെ ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചിരുന്ന ചൈനയിലെ സിൻജിയാങ്ങിനെയും റഷ്യൻ സ്വാധീനമുള്ള ചെച്ചൈനിയെയും പട്ടികയിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. താലിബാനെ പിന്തുണയ്ക്കുന്ന ചൈനയെയും റഷ്യയെയും ഒഴിവാക്കിയ അൽ-ഖ്വയ്ദയുടെ പ്രഖ്യാപനം രാജ്യങ്ങളുമായുള്ള അവരുടെ പുതിയ കൂട്ടുകെട്ടിനെ വെളിപ്പെടുത്തുന്നതാണ്. താലിബാനെയും അൽ-ഖ്വയ്ദയെയും വളർത്തുന്ന ചൈനയുടെയും റഷ്യയുടെയും രാഷ്ട്രീയമായിരിക്കും ഇനി വരും നാളുകളിൽ അഫ്ഗാനിൽ പ്രയോഗിക്കപ്പെടുക എന്ന സൂചനയും അവരുടെ പ്രഖ്യാപനത്തിലുണ്ട്. ഇതോടെ കാശ്മീർ വിഷയത്തിൽ അൽ-ഖ്വയ്ദ വാദത്തിൽ ഇന്ത്യ ഏറെ ആശങ്കയിലായിരിക്കുകയാണ്. കാശ്മീർ വിഷയത്തിൽ താലിബാൻ ഇടപെടില്ലെന്ന ഉറപ്പ് താലിബാൻ ഉടൻ തന്നെ തെറ്റിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നതെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം.